പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ CPM-നെതിരെ വിമത സ്ഥാനാർത്ഥിയുടെ വിജയം. 14-ാം വാർഡിൽ വിമതനായി മത്സരിച്ച ലാലാജിയാണ് CPM-നെ പരാജയപ്പെടുത്തിയത്. CPM LC സെക്രട്ടറി പ്രവീണിനെയാണ് ലാലാജി പരാജയപ്പെടുത്തിയത്. CPM MLA KU ജനീഷ് കുമാറിനെതിരെ പ്രചാരണം നടത്തിയ സംഭവത്തിൽ ലാലാജിയുടെ അനുയായികളെ CPM പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, പത്തനംതിട്ടയിൽ CPM-നെതിരെ വിമത സ്ഥാനാർത്ഥിയുടെ വിജയമെന്ന് പറയുമ്പോൾ അവിടെയുള്ള LC ലോക്കൽ സെക്രട്ടറിയെ തന്നെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നിടത്താണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. എന്തായാലും CPM-ന് അതൊരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും CPM പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് അവിടെ പ്രകടമായിരിക്കുന്നത്. നിലവിൽ തണ്ണിത്തോട് പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് ഇത്തരത്തിൽ CPM-ന്റെ തന്നെ വിമത സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥിയോട് വിജയിച്ചിരിക്കുന്നത്. ലാലാജി എന്ന് പറയുന്ന വിമതനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ LC സെക്രട്ടറി ആയിട്ടുള്ള പ്രവീണിനെതിരെ വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതായത് കോന്നി MLA ജനീഷ് കുമാറുമായിട്ട് നിലവിൽ ഈ ലാലാജിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്നും വിമത സ്ഥാനാർത്ഥിയായിട്ട് ലാലാജി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ മേഖലയിലേക്ക്, ഈ തണ്ണിത്തോട് മേഖലയിലേക്ക് ഒരു ബസ് സർവീസ് ആരംഭിച്ചത് ലാലാജിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു. തുടർന്ന് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ കോന്നി MLA അടക്കം രംഗത്ത് വന്നത് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്, വിമത സ്ഥാനാർത്ഥിയായിട്ട് ലാലാജി മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് മികച്ച വിജയം തന്നെ ലാലാജി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷവും ഒക്കെ തന്നെ CPM-ആയിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇതിനു മുമ്പ് കോന്നി MLA-ക്കെതിരായിട്ട് പ്രചാരണം നടത്തിയ കുറ്റത്തിന് ഈ ലാലാജിയുടെ അനുയായികളെ CPM പ്രവർത്തകർ മർദ്ദിക്കുന്ന അടക്കമുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM-നെ അവിടെ പരാജയപ്പെടുത്തുകയും ലാലാജി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. രോഹിണി. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.